ലോകത്ത് 1,00,000-ൽ ചില്ലാനം പ്രവാചകന്മാർ, അമ്പിയാക്കൾ, മുർസലുകൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ ഓരോ പ്രബോധിത സമൂഹം ഉണ്ടാവുകയും ആ സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ യഥാർത്ഥ വഴിയിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും അടിസ്ഥാനപരമായ വിശ്വാസത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും ഒക്കെ ബോധ്യപ്പെടുത്താനും, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിനപ്പുറത്ത് വിജയിച്ചവർക്ക് സ്വർഗവും പരാജയപ്പെട്ടവർക്ക് നരകവും ഉണ്ട് എന്നും വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ 1,00,000-ൽ ചില്ലാനം പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ അവരുടെ കൂടെ അള്ളാഹു വേദഗ്രന്ഥങ്ങളും കൊടുത്തയച്ചിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അവർക്ക് ഏത് ശരീഅത്താണോ ഉണ്ടായിരുന്നത്, ഏത് മതനിയമങ്ങളാണോ ഉണ്ടായിരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേദങ്ങൾ ഉണ്ടായിരുന്നു. ആ വേദഗ്രന്ഥങ്ങളുടെ ഏറ്റവും അവസാനത്തെ പതിപ്പായി പരിസമാപ്തിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ ഏറ്റവും വലിയ ലോകാത്ഭുതമാണ്. അതിനേക്കാൾ വലിയൊരു അത്ഭുതത്തെ നമുക്ക് വേറെ വായിക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ നമ്മുടെ മക്കളോട്, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണ്, മോനെ അല്ലെങ്കിൽ മോളെ, ഏതാണ് ലോകാത്ഭുതം? അതിനെക്കുറിച്ചൊന്ന് പറയാവൂ. ഈ മക്കൾ നമ്മുടെ മുമ്പിൽ കണ്ണടച്ചുകൊണ്ട് പറയും, അത് താജ്മഹലും ചെങ്കോട്ടയും കുത്തുബ് മീനാറും അല്ലെങ്കിൽ ചൈനീസ് വൻമതിലും ബുർജ് ഖലീഫയും ഒക്കെയാണ് എന്ന് അവർ ചിലപ്പോൾ നമുക്ക് വിശദീകരിച്ചു തരും. അതൊക്കെ അത്ഭുതങ്ങളായിരിക്കാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരേ ഒരു ഉത്തരം, ലോകാത്ഭുതം എന്ന് പറയുന്നത് ഖുർആനാണ്. ഈ ഖുർആൻ അവതരിക്കുന്നത് മക്കയിലാണ്. ആ മക്കയിൽ ഹിറാ ഗുഹക്കുള്ളിൽ ഇത് അവതരിക്കുന്നത് രാത്രിയിലാണ്. രാത്രിയുടെ ഇരുട്ടിൽ, അത് ഗുഹക്കുള്ളിലാകുമ്പോൾ ആ ഇരുട്ടിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ആ ജബലുന്നൂറിന്റെ മുകളിലുള്ള ഹിറാ ഗുഹക്കുള്ളിൽ അവതരിക്കുമ്പോൾ ആ ഇരുട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നൽകുമ്പോൾ അന്ന് മൊത്തത്തിൽ അറേബ്യയിൽ ഇരുട്ടായിരുന്നു. അവിടെ അജ്ഞതയായിരുന്നു, വിവരമില്ലാത്ത ജാഹിലിയൻ കാലഘട്ടമായിരുന്നു. അവരിലേക്കാണ് ഈ ഖുർആൻ അവതരിച്ചത്. 6-ാം നൂറ്റാണ്ടിന്റെ ഇരുളടഞ്ഞ ഇടനായികകളിൽ വടിയറിയാതെ ഉഴറി നടന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് അവരുടെ ഗതിവിഗതികളെ മാറ്റിക്കുറിച്ച അത്ഭുതത്തിന്റെ ഗ്രന്ഥം, എന്താണ് യഥാർത്ഥ മാർഗമെന്നവരെ ബോധ്യപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥം. ആ ഗ്രന്ഥമെന്ന് അവതരിക്കുമ്പോൾ ലോകത്ത് ഹിറാ ഗുഹയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് നൽകുമ്പോൾ ലോകത്തൊരു മുസ്ലിമാണ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ നമ്മൾ ആലോചിക്കുക, അവിടുന്ന് അങ്ങോട്ട് ആ പരിശ്രമത്തിലൂടെ, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി ലോകത്തേക്ക് ഇത് കൈമാറിയപ്പോൾ ഇന്ന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഈ ഖുർആനിന്റെ വക്താക്കളായി മാറിയിട്ടുണ്ട്. നമ്മളൊരു ക്യാമ്പയിനുമായിട്ട് കേന്ദ്രം നമ്മുടെ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഖുർആൻ സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചം എന്നതാണ് അതിന്റെ തലക്കെട്ട്. ഈ ഖുർആൻ എല്ലാ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും പോകുന്നതാണ്. ഏതെങ്കിലും പലപ്പോഴും ചിലരൊക്കെ വിമർശിക്കാറുണ്ട്, ഇത് 6-ാം നൂറ്റാണ്ടിലെ ആ പഴഞ്ചൻ, അന്ന് അപരിഷ്കൃതരായി ജീവിച്ചിരുന്ന സമൂഹത്തിന് മാത്രം യോജിക്കലി അവർക്ക് യോജിക്കുന്ന ഒന്നാണിത്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് യോജിക്കുക, നമ്മളുമായിട്ട് പാരസ്പര്യപ്പെടുക എന്ന് വിമർശിക്കുന്ന ഇസ്ലാമിന്റെ എതിരാളികളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ കാലഘട്ടത്തിലും ഏത് കാലത്തും ഒരു തിരുത്തലുകൾക്കും ഇത് പോരാ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇത് ഉണ്ടാവേണ്ടത് എന്ന് പറയാൻ മാത്രം എവിടെയും ഒരു തിരുത്തലുകൾ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. നമ്മൾ ആലോചിക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞത് ഡാർക്ക് ഏജ് എന്നായിരുന്നു, ഇരുണ്ട യുഗം. ഒന്നും അറിയാത്ത, തീർത്തും
ഒരു വിവരവുമില്ലാത്ത, ഒരു അറിവും ജ്ഞാനവും ഇല്ലാത്ത ഒരു സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഒട്ടകങ്ങളുടെ മൂക്കേറുകൾ പിടിച്ച് അതിനെ തെളിച്ചുകൊണ്ട് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നതിനപ്പുറത്ത് വേറെ ഒന്നും അറിയാത്ത ഒരു സമൂഹമായിരുന്നു. മദ്യവും മദിരാശിയും ചൂതാട്ടവും അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി കലഹങ്ങളും തമ്മിലടിയും അതുപോലെ യുദ്ധങ്ങളുമൊക്കെ അതിൽ മാത്രം മുഴുകിയിരുന്ന ഒരു സമൂഹം. അവരെക്കുറിച്ച് ഖുർആൻ അവരെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നിടത്ത് അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നമുക്കൊക്കെ പരിചയമുള്ള സൂറയാണ് സൂറത്തുൽ ജുമുഅ. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂക്തങ്ങളാണ്. ആ സൂക്തത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സമൂഹത്തിൽ നിന്ന് അവരിലേക്കൊരു പ്രവാചകനെ നമ്മൾ നിയോഗിക്കുകയായിരുന്നു. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകൻ നിരക്ഷരനായിരുന്നു, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. ആ പ്രവാചകൻ അവർക്കിടയിലൂടെ വാക്യങ്ങൾ ഓതിക്കൊടുത്തു. അവർക്ക് യത്ലു അലൈഹിം ആയാതി, അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുകയായിരുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമായിരുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് തത്വജ്ഞാനവും അറിവും അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഈ ആയത്ത് അവസാനിക്കുന്നത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവര് മുമ്പ് ഒരു വ്യക്തമായ വഴികേടിലായിരുന്നു. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി വരുന്നതിന്റെ മുമ്പ് അവർ തീർത്തും അജ്ഞതയിലായിരുന്നു, ഇരുട്ടിന്റെ അടിത്തട്ടിലായിരുന്നു, ആടികളിലായിരുന്നു. എന്നിട്ട് അവർ ഈ ഖുർആനിലൂടെ സഞ്ചരിച്ചു. നമ്മൾ ചിന്തിക്കൂ, അവരെത്ര പെട്ടെന്നാണ് അവർ മാറിയത്. 23 വർഷക്കാലത്തെ പ്രവാചകത്വ ഉദ്യമം, അത് ആ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ പൂർത്തിയാകുന്ന മുറക്ക് ഈ സമൂഹം ഏറ്റവും നല്ല വിപ്ലവകാരികളായി മാറി, ഏറ്റവും വലിയ വിജയികളായി മാറി. ഒന്നും അറിയാത്ത വഴികളിലായിരുന്ന ഒരു സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ IAS നേടിയവരായിരുന്നില്ല, IPS കരസ്ഥമാക്കിയവരായിരുന്നില്ല, MBBS ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒന്നും ആയിരുന്നില്ല. തീർത്തും താഴേക്കടയിലുള്ള സമൂഹമായിരുന്നു. ആ സമൂഹം മാറിയപ്പോ അവരെ കുറിച്ച് പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ടവരിൽ ഏറ്റവും നല്ല സമുദായം. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, നിങ്ങൾ തിന്മ വിരോധിക്കുന്നു, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ സമൂഹത്തെ കുറിച്ച് പിന്നീട് ഈ ഖുർആൻ നടത്തിയ സംസ്കരണം, ഈ ഖുർആൻ നടത്തിയ പരിവർത്തനം, ആ പരിവർത്തനം നടത്തിയപ്പോൾ ഒന്നുമല്ലാത്ത ഒരു സമൂഹം ലോകത്ത് പിന്നെ ഏറ്റവും നല്ലവരായി മാറി. അതാണ് ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തിന്റെ അവസാനം വരെ വരുന്ന മനുഷ്യരിൽ, മനുഷ്യ പദങ്ങളിൽ, നാഗരികതകളിൽ, സമൂഹങ്ങളിൽ ഏറ്റവും ഹൈറ ഉമ്മത്തായിട്ട് നിങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളുകളെ പറ്റി അള്ളാഹു സർട്ടിഫൈ ചെയ്യാം. നമ്മൾ ആലോചിക്കും, ഈ ഖുർആൻ നമുക്ക് അള്ളാഹു വലിയൊരു സമ്മാനമായിട്ട് നൽകിയതാണ്. ഈ സമ്മാനം നമ്മുടെ കൂടെയുണ്ട്, ഈ സമ്മാനം നമ്മോടൊപ്പമുണ്ട്. ഈ സമ്മാനം നമുക്ക് വെളിച്ചമാണ്. എല്ലാ സമയത്തും നമുക്ക് വെളിച്ചമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായ ന്യായ പ്രമാണം ഇതാ വന്നെത്തിയിരിക്കുന്നു. വൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്രകാശത്തെ അള്ളാഹു ഇതാ അവതരിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അള്ളാഹു നൂറു സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു. ആ പ്രകാശം അള്ളാഹു തന്നെ പ്രകാശമാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമിന്റെ പ്രകാശം നമ്മൾ ആലോചിക്കും, ആ കലാമും പ്രകാശമായിരിക്കും. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. കലാമുള്ള, ആ കലാമുള്ളയായിട്ടുള്ള കലാമിലും പ്രകാശം നമുക്ക് കാണാൻ കഴിയും. ആ പ്രകാശം നൂറുൻ അലാ നൂരിൻ, അത് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്. എന്നിട്ട് പിന്നെ പറയുന്നു, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ പ്രകാശം കൊണ്ട് വെളിച്ചം കൊടുക്കും. നമ്മൾ ഒരു വേള ചിന്തിച്ചു നോക്കൂ, വെളിച്ചത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വെളിച്ചത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ വെളിച്ചമില്ലെങ്കിൽ, ഇവിടെ ഇപ്പൊ ഇരുട്ടാണെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ വൈദ്യുതി പെട്ടെന്നൊന്ന് സ്ട്രക്കായി നിലച്ചു പോയാൽ അപ്പൊ അതിന്റെ ഒരു ബദൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അവിടെ ഇൻവെർട്ടർ ഉണ്ടായിരിക്കും,
അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ടായിരിക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചിട്ട് ചെറിയ ഒരു വെട്ടത്തെ നമ്മൾ ആഗ്രഹിക്കും. ഇപ്പൊ വെളിച്ചം എന്ന് പറയുന്നത് എവിടെയും, ഒരു വാഹനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാവണം. നമ്മളൊരു ഇരുണ്ട വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചം, ഏറ്റവും ചുരുങ്ങിയത് ഒരു മൊബൈലിന്റെ വെളിച്ചമെങ്കിലും, വെളിച്ചത്തിന് വലിയ പ്രസക്തിയുണ്ട്. എങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിരുന്നു, അള്ളാഹു നമുക്ക് നൽകിയ വെളിച്ചം എന്ന് പറയുന്നത് ആ വെളിച്ചം വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഈ ഖുർആനിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നില്ലയോ? അമാലാ ഖുലൂബിൻ അഖ്ഫാലു, അതല്ല അവരവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ? ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കാതെ, അത് മനസ്സിലാക്കാതെ, അതിൽ നിന്ന് മാറി മാറി ഹൃദയാന്തരങ്ങളിൽ പൂട്ടിട്ടുകൊണ്ട് അത് ജീവിക്കുന്ന ഒരു അവസ്ഥയാണോ എന്ന് ചിലരെ കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ ഖുർആൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ കൂടെ ഒരുപക്ഷെ അതിന്റെ പുറംചട്ടകൾക്കല്ല പ്രസക്തി, അതിന്റെ ഉള്ളിലെ പേജുകൾക്കല്ല, അതിന്റെ ഉള്ളിലുള്ളതാണ് പ്രസക്തി. ഈ ഖുർആൻ നമ്മുടേത് കൂടിയാണ്. ഈ ഖുർആനെ കുറിച്ച് പറയുന്നത് അത് നിങ്ങൾക്കുള്ളത് കൂടിയാണ്. നമുക്കുള്ളതാണെങ്കിൽ എത്രത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അതിനോട് ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ, നമുക്ക് സംസ്കരണത്തിന്റെ വഴിയായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നു, അഫമൻ ശറഹല്ലാഹു സ്വദറഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, ആർക്കെങ്കിലും അള്ളാഹു അവന്റെ ഹൃദയങ്ങൾക്ക് ഇസ്ലാമിലേക്കുള്ള വെളിച്ചം, അതിനെക്കുറിച്ചുള്ള പ്രകാശത്തെ അള്ളാഹു വിശാലമാക്കി കൊടുത്താൽ, ആരുടെയെങ്കിലും ഹൃദയത്തെ, നെഞ്ചിനെ അള്ളാഹു വിശാലമാക്കി കൊടുത്താൽ, അലാ നൂരിൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്നുമുള്ള പ്രകാശത്താൽ, അങ്ങനെയുള്ളവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. അതേ അവസരം ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ച് ഒരു ഓർമ്മയുമില്ലാതെ ഹൃദയങ്ങൾ കടുത്തുപോയിട്ടുള്ള ആളുകൾക്ക് നാശമുണ്ട്. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവര് വ്യക്തമായ വഴികേടിലാണ് എന്നും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് നമ്മൾ ആലോചിക്കൂ, ഈ വെളിച്ചത്തിന്റെ പ്രാധാന്യം. ഈ വെളിച്ചം നമുക്ക് സംസ്കരണം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിലും ഇതുണ്ടാവണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വഴി കാണിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ഇപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബിയുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചിലർ വന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ? കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ നബിയുടെ സ്വഭാവത്തിന്റെ ആകത്തുകയാണ്. എല്ലാം ഖുർആനിലുണ്ട്. ഇപ്പൊ ഒരു കുടുംബനാഥൻ, ഒരു കച്ചവടക്കാരൻ, ഒരു വ്യവസായി, ഒരു അയൽവാസി, അങ്ങനെ തുടങ്ങി ഏതേത് മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, സ്വഭാവം, സംസ്കരണം, എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഖുർആനിലുണ്ട്. എല്ലാം 23 വർഷക്കാലം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. വേണമെങ്കിൽ ഈ ഖുർആൻ ഒറ്റയടിക്ക് വേണമെങ്കിൽ അള്ളാഹുവിനെ അവതരിപ്പിക്കാമായിരുന്നു, ഒന്നിച്ച് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇത് ഓരോ സന്ദർഭം അനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു 23 വർഷക്കാലം കൊണ്ട് ഈ ഖുർആൻ ഈ ഉമ്മത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മാനിച്ചു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പരലോകത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, പരലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അരങ്ങേറ്റങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പലതും പരലോകത്ത് സംഭവിക്കും. ആ കൂട്ടത്തിൽ മനുഷ്യരും തമ്മിലുള്ള സംസാരമുണ്ട്, മനുഷ്യരും അള്ളാഹും തമ്മിലുള്ള സംസാരമുണ്ട്, മനുഷ്യരും കുറ്റവാളികളും അള്ളാഹും തമ്മിലുള്ള സംസാരമുണ്ട്, കുറ്റവാളികളും അതേപോലെ തന്നെ സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ സംസാരിക്കും, മലക്കുകളുമായിട്ട് മനുഷ്യന്മാർ സംസാരിക്കും. ഇങ്ങനെ വ്യത്യസ്ത സംസാരങ്ങളെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നിടത്ത് ഈ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രകാശത്തെ അവിടുന്ന് ചോദിക്കുന്നത് അള്ളാഹു നമ്മെ ഇങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയും, പ്രവാചകരെ, അന്ന് യൗമ തറ അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളും വിശ്വാസിനികളും അവരെ ആ കാണുന്ന ദിവസം പ്രവാചകരെ താങ്കൾക്ക് കാണാം. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും അവരുടെ വലതുവശത്തുകൂടെയും പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുന്നത്, അവരുടെ മുന്നിലും പിന്നിലും ഒക്കെ പ്രകാശം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരോട് അല്ലാഹു പറയും, ബുശ്റാകുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സുവിശേഷമുണ്ട്. എന്താണത്? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗമാണ് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്. ഖാലിദീന ഫിഹാ, നിങ്ങൾ അതിൽ ശാശ്വതരായിരിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണത്? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു, അന്ന് മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ,
അവര് വിശ്വാസികളോട് ചോദിക്കും. ഈ പ്രകാശവും കൊണ്ട് ഇങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ പരലോകത്തുകൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ മുനാഫിക്കുകൾ ദുനിയാവിൽ ഈ ഖുർആനിനെ ദിവ്യ വെളിച്ചമായി കാണാത്തവരും സ്വീകരിക്കാത്തവരും ഈ വെളിച്ചം പകർന്നുകൊണ്ട് പോകുന്ന വിശ്വാസികളെ നോക്കിയിട്ട് പറയും, ഒന്നുറൂന, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കണേ, നിങ്ങൾ ഞങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കണേ. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നഖ്തബിസ്മിൻ നൂരിക്കും, ഞങ്ങൾ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഒപ്പിയെടുക്കട്ടെ, കുറച്ച് പകർന്നെടുക്കട്ടെ. ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ വല്ലാത്ത ഇരുട്ടിലാണ്. ഈ സമയത്ത് അവരോട് വിശ്വാസികൾ പറയും പോലും, നിങ്ങൾ നിങ്ങളുടെ പിൻഭാഗത്തേക്ക് സഞ്ചരിക്കുവിൻ, പിന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട വെളിച്ചം നിങ്ങൾ കൊണ്ടുവരുവിൻ. അഥവാ ഭൂമിയിലേക്ക് തന്നെ മടങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചവുമായിട്ട് തിരിച്ചു വരാം. ഇതൊരിക്കലും സാധ്യമല്ല, അസാധ്യമാണ്. രണ്ടാമത് ഭൂമിയിൽ പോയിട്ട് ഈ വെളിച്ചം, ഈ ഖുർആനിന്റെ വെളിച്ചത്തെ കൊണ്ടുവരാൻ ഇനി ഒരിക്കലും രണ്ടാമതൊരു ചാൻസോ അവസരമില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോയിക്കോളൂ. വെളിച്ചമില്ലെന്ന് പറയുമ്പോൾ ഈ ആളുകൾ വീണ്ടും വിളിച്ചു പറയും, യുനാദൂനഹും അലന്നക്കും മഅക്കും, നമ്മൾ ഭൂമിയിൽ ഒരുമിച്ചല്ലേ ജീവിച്ചത്, നമ്മൾ ഒന്നിച്ചല്ലായിരുന്നു, നമ്മൾ അയൽവാസികളല്ലായിരുന്നു, ഒരു വീട്ടിലല്ലായിരുന്നു, നമ്മൾ ഒരേ കുടുംബത്തിലായിരുന്നില്ലേ, നമ്മൾ സഹോദരങ്ങളായിരുന്നില്ലേ, ജ്യേഷ്ഠനനിയന്മാരായിരുന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. ഈ സമയത്ത് അവർ പറയും, വിശ്വാസികൾ പറയും, ഖാലു ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും, ശരിയാണ്, നമ്മൾ ഒരുമിച്ച ജീവിച്ചത്, ഒരേ വീട്ടിലും ഒരേ കുടുംബത്തിലും ഒരേ മഹല്ലിലും ഒക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയത്? നിങ്ങൾക്ക് പറ്റിപ്പോയത് വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി, നിങ്ങൾ നിങ്ങളെ ഫിത്നയിലാക്കി. നമ്മൾ ആലോചിക്കും, ഇതുപോലെയുള്ള ഈ വെളിച്ചം, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പോലും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ ചിലപ്പോൾ വരാൻ മടി കാണിക്കും. അപ്പൊ നമ്മളൊക്കെ വന്നിരിക്കുമ്പോഴും നമ്മളെ പോലെയുള്ളവരും വരാത്തവരുണ്ടായിരിക്കും, ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താത്തവർ, ഇത് പഠിക്കാത്തവർ. അതുകൊണ്ട് തന്നെ നിങ്ങളും നമ്മളും തമ്മിൽ ഒരു ബന്ധമല്ല. എന്നിട്ട് ഖുർആൻ പറയാം, അന്ന് യാതൊരു പ്രായശ്ചിത്തവും അവിടെ വെച്ച് സ്വീകരിക്കുകയില്ല. ഒരു പ്രായശ്ചിത്തം എന്തൊക്കെ കൊടുത്താലും ശരി, ഇത് ഈ പ്രകാശം, ഈ വെളിച്ചം നൽകാൻ ഒരാളും സന്നദ്ധരാവില്ല എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പരലോകത്ത് വരുമ്പോ എല്ലാവരും ഒറ്റക്കായിരിക്കും, ആരും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. എത്ര വലിയ രക്തബന്ധുക്കളാണെങ്കിലും കണക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ, നമ്മുടെ കയ്യിലുള്ള ഈ വെളിച്ചം, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ നൂറ്, അത് ഏറ്റവും പവർ ഉള്ളതാണ്. ആ പവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ വെളിച്ചം അള്ളാഹു ചില ആളുകൾക്ക് വരദാനമായിട്ട് നൽകുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, വിശ്വാസികളുടെ രക്ഷാധികാരി എന്ന് പറയുന്നത് അള്ളാഹു ആണ്. ആ അള്ളാഹു ഇരുട്ടിൽ നിന്നും അവരെ വെളിച്ചത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, വെളിച്ചത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കും. ഈ ഖുർആൻ മാസ്മരികമാണ്, അന്യൂനമാണിത്. ഇതിലൊരു ന്യൂനതയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഖുർആനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കലും പദ്യമല്ല, ഇതൊരിക്കലും ഗദ്യമല്ല, ഇത് പ്രോസോ പോയട്രിയോ അല്ല, ഇത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരായണം ചെയ്യപ്പെടുന്നത്. ഈ ഖുർആന്റെ പാരായണം പോലെ മറ്റ് പാരായണമുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ മറ്റ് പല മതങ്ങളുടെയും അവരുടെ വേദങ്ങളും അവരുടെ ഇത്തരത്തിലുള്ള വെളിച്ചമൊക്കെ അവരുടെ വായനയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ അതുപോലെയല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓതിയാൽ ആളുകൾ വരെ അത് മറഞ്ഞും തെളിഞ്ഞും കേൾക്കും. ഇപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം അവിടുത്തെ ശത്രുക്കൾ വരെ ഒളിഞ്ഞിരുന്ന് കേൾക്കുമായിരുന്നു, അവർ വരെ ഒളിഞ്ഞിരുന്ന് കേൾക്കുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാല് പല ആളുകളും അത് കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ പുരോഹിതന്മാര് നബിയെ കാണാൻ വേണ്ടി നജ്റാനിന്റെ ഭാഗത്ത് നിന്ന് വന്നു. അങ്ങനെ വന്ന് കുറച്ചു ദിവസം ഇവിടെ ചെലവഴിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അവർ കരഞ്ഞുപോയി. നമ്മൾ ആലോചിക്കൂ, ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു, വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാഗിയുനുഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫു മിനൽ ഹഖി. അവർ ഈ അള്ളാഹുവിൽ നിന്നും പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട ഈ വേദത്തിലെ ഖുർആനിലെ വാക്യങ്ങൾ അവർ കേട്ടുകഴിഞ്ഞാൽ തറാഗിയുനുഹും തഫീദു മിനദ്ദംഇ, പ്രവാചകന് താങ്കൾക്ക് അവരെ കാണാം, അവരുടെ കണ്ണുകൾ അശ്രുകണങ്ങളാൽ അതിങ്ങനെ നിറയുന്നത് താങ്കൾക്ക് കാണാം. മിമ്മാ അറഫു മിനൽ ഹഖ്, സത്യത്തെ കുറിച്ച് ഓർത്തിട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നുബുവത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകളും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും പീഡനങ്ങളും ഉണ്ടായപ്പോ വിശ്വാസികളിൽ കുറച്ച് ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തോപ്യയിലേക്ക്, ഹബിഷയിലേക്ക് പറഞ്ഞയച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെ പറഞ്ഞയച്ചു.
അവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ. ആ പറഞ്ഞേക്കുന്ന നാട് ക്രിസ്തീയ നാടാണ്, ക്രിസ്തീയ രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരി നജ്ജാഷിയാണ്. ക്രിസ്തീയ രാജ്യമാണ്, ക്രിസ്ത്യാനികളുള്ള നാടാണ്. അങ്ങനെ അവിടത്തേക്ക് പറഞ്ഞു ഈ രാജാവ് നല്ല ഒരാളാണെന്ന് മനസ്സിലാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആളുകളെ പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ പറഞ്ഞയച്ച് ഈ സമയത്ത് അവരുടെ നേതാവ്, അവർക്ക് നേതൃത്വം കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇവരെത്തി കുറച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത ദിവസങ്ങളിൽ ഇവരെ അവിടെ നിന്നും പിന്തിരിപ്പിക്കാനും അവിടെ നിന്ന് പുറത്താക്കാനും ഖുറൈശികൾ ചില ആളുകളെ പറഞ്ഞയച്ചു. ഈ രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടുന്ന് അവരെ പുറത്താക്കണം. അതിന് നേതൃത്വം കൊടുത്തത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പിന്നീട് ഇസ്ലാമിന്റെ സമക്ഷത്തിലേക്ക് വന്നു. അങ്ങനെ ഈ രാജാവിന്റെ മുമ്പിൽ ഈ രണ്ടാളുകളും വാദിക്കുകയാണ്. രാജാവ് ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ ആളുകൾ ഇരിക്കുന്നു, പരിവാരങ്ങൾ ഇരിക്കുന്നു. ആ ദർബാറിൽ അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇവർക്കെതിരിൽ സംസാരിക്കുന്നു. ഇവര് ഫിത്ന ഉണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്, ഇവര് ഖുർആനുമായി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോ ഈ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ജഅഫർ റളിയല്ലാഹുവിന് അവസരം കൊടുത്തു രാജാവ്. അപ്പൊ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയം അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. സൂറത്ത് മറിയം പാരായണം ചെയ്തു. അതിലെ ആയത്തുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മറിയം ബീവിയുടെയും ചരിത്രം ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് കാണാം ചരിത്രത്തിൽ ഈ നജ്ജാശി രാജാവിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു, മുഖത്തുകൂടെ കണ്ണുനീർ ഇങ്ങനെ ഒലിക്കുകയാണ്. അവരുടെ വേദത്തിൽ എന്താണോ പറഞ്ഞത്, അവരുടെ ബൈബിളിൽ എന്താണോ പറഞ്ഞത്, അത് വളരെ അക്കമിട്ടിട്ടായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തത്. ഈ ഖുർആനിന്റെ മാസ്മരികതയാണത്. നമ്മൾ ആലോചിക്കും, വലീദ് ഇബ്നു മുഗീറ ഖുറൈശികളുടെ നേതാവാണ്. അദ്ദേഹം സമ്പന്നനാണ്, അദ്ദേഹം സാഹിത്യകാരനാണ്. ആ നാട്ടിൽ ഏറ്റവും പ്രധാനിയാണ് അദ്ദേഹം ഒരു തവണ നബിയെ കാണാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബിയുമായി പലതും സംസാരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിച്ച ആയത്തുകളും ഖുർആനിന്റെ വാക്യങ്ങളും ഒക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം ഖുറൈശികളുടെ നേതാവ്. അബൂജാഹിലും വലീദ് ഇബ്നു മുഗീറയുമാണ് അവിടുത്തെ ഏറ്റവും വലിയ നേതാക്കന്മാര്. പിന്നെ അബൂ സുഫിയാനാണ്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് തന്റെ ആളുകളോട്, ഖുറൈശികളോട്, അനുയായികളോട് പറഞ്ഞു, സമയത്തു കലാമുൻ, ഞാനിതാ ചില വാക്യങ്ങൾ കേട്ടിട്ടാണ് വരുന്നത്. മാഹുവ മിൻ കലാമിൽ ഇൻസി വലാ മിൻ കലാമിൽ ജിന്ന്, ഇത് ജിന്നുകളുടെയോ ഇൻസുകളുടെയോ വാക്കല്ല. ഇതിന് വല്ലാത്ത ഇന്ന ലഹൂ ലഹലാവ, ഈ വാക്കുകൾക്ക് വലിയൊരു മാധുര്യമുണ്ട്, ഒരു ഹലാവത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്നഹു ലയഅലു വലാ യുഗ്ലാ അലൈഹി, ഒരിക്കലും ഈ ഖുർആനിനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ ഈ ഖുർആൻ എല്ലാവരെയും കീഴ്പ്പെടുത്തും. ഇത്രയും കേട്ട സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, വലീദ് നമ്മുടെ ഖുറൈശികളുടെ മതം ഉപേക്ഷിച്ചിരിക്കുന്നു, അദ്ദേഹം മുഹമ്മദ് നബിയുടെ മതത്തിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് അവര് മുഗീറയെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നുമല്ല, താങ്കൾ തിരുത്തി പറയണം, മുഹമ്മദ് നബിയെ കുറിച്ച് താങ്കൾ പറയണം. അദ്ദേഹം പറഞ്ഞു, എന്ത് പറയാനാണ്? അവസാനം അവരുടെ പ്രലോഭനവും നിർബന്ധ സാഹചര്യത്തിൽ അവസാനം അദ്ദേഹം പറഞ്ഞു, ഖുർആൻ നമുക്കത് പറഞ്ഞു തരികയാണ്, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റും യുഹ്സർ, ഇത് ആരിൽ നിന്നോ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മാരണമല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല. അദ്ദേഹം തിരുത്തി പറയുകയാണ്. അവരുടെ പ്രതിബന്ധങ്ങൾക്ക് വഴങ്ങി, അവരുടെ ചില പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം കേട്ട സത്യത്തെ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുത്തി പറയുകയാണ്. ഈ സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച്, വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് പറയുകയാണ്, സഉസ്ലീഹി സഖർ, അദ്ദേഹം ആ കത്തിയെരിയുന്ന സക്കറിൽ കത്തിയെരിയുക തന്നെ ചെയ്യും. എന്നിട്ട് എന്താണ് ആ സക്കറെന്നും എന്താണ് ആ നരകമെന്നൊക്കെ പിന്നെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ വലീദ് ഇബ്നു മുഗീറക്ക് അത് ബോധ്യമായി, ഇത് സത്യമാണെന്ന് ബോധ്യമായിട്ടും തന്റെ ആളുകളിൽ നിന്ന് അവർ തന്നെ ഉപേക്ഷിക്കുമോ എന്ന ഭയത്താൽ ഇതിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞ് നരകത്തിന്റെ അഹലുകാരനായിട്ട് മാറി. അപ്പൊ ഖുർആൻ എന്തുകൊണ്ടും മാസ്മരികടമാണ്, അത്ഭുതമാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്കിടയിൽ മാറ്റം വരുത്തി. ഈ കാലഘട്ടത്തിലും അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്നത്തെ നിഷേധികൾ അബൂജഹലും അക്നസും അബൂ സുഫിയാനും ഇവര് പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവര് പകൽ സമയത്ത് അവിടുത്തെ ആളുകളോട് പറയും, ഖുറൈശികളോട് പറയും, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, അവിശ്വാസികൾ അവർ പറയും, ഈ ഖുർആൻ ഒരു കാരണവശാലും നിങ്ങൾ കേൾക്കരുത്, കേട്ടുപോകരുത്. മുഹമ്മദ് നബി എവിടെങ്കിലുമൊക്കെ ചന്തയിലോ മാർക്കറ്റിലോ അങ്ങാടിയിലോ ഒക്കെ ഓതുമ്പോ നിങ്ങളത് കേൾക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഓതുന്നത് കണ്ടാൽ വൽഗൗ ഫീ,
നിങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കണം, ഒച്ചയിട്ടിട്ട് നിങ്ങൾ അതിനെ ശല്യപ്പെടുത്തണം. ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിച്ചേക്കാം. ഇത് ഇവര് പറഞ്ഞു കൊടുത്തിട്ട് ഈ ആളുകൾ എന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവര് രാത്രി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ തലയിൽ മുണ്ടിട്ടിട്ട് രാത്രി തലയിൽ മുണ്ടിട്ട് പോകുന്ന പോലെ ഇവര് ഒറ്റക്കൊറ്റക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലൊക്കെ ഓതി കൊടുക്കുന്നിടത്ത് മറഞ്ഞിരുന്ന് കേൾക്കും. എന്നിട്ട് ഈ ഓത്ത് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് പകല് തങ്ങളുടെ ആളുകളോട് ഇത് കേൾക്കരുത്, കേൾക്കുന്നിടത്ത് ശബ്ദമുണ്ടാക്കണമെന്ന് പറയുന്ന ഈ അബൂജഹലും അതുപോലെ അബൂ സുഫിയാനും അക്നസും ഒക്കെ പരസ്പരം കണ്ടുമുട്ടുമായിരുന്നു. കണ്ടുമുട്ടുമ്പോ അവര് എളുപ്പ്യരോ എഴുന്ന വരുന്നത് ഖുർആൻ കേട്ടിട്ട് വരിക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മാസ്മരികത അവരവരെ സ്വാധീനിച്ചു. പക്ഷെ ചില ഭൗതിക താല്പര്യങ്ങൾ കൊണ്ട് മാത്രം അവരതിൽ വിശ്വസിക്കാതെ മാറി നിന്നു എന്നതാണ് ചരിത്രം. അബൂജഹൽ പറയുന്നത് എന്താണ്? ലാ ഉഅ്മിനു ലഹു വലാ ഉസദ്ദിഖ്, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൽ വിശ്വസിക്കൂല, അദ്ദേഹത്തെ സത്യപ്പെടുത്തില്ല, ആ ഖുർആനിന്റെ ആളായത് കൊണ്ട് നബിയെ വിശ്വസിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിഷേധിച്ച് അതിൽ നിന്ന് എതിരാളിയായി മാറുമ്പോ അള്ളാഹു ഖുർആനിന്റെ ആയത്തിറക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ അവർക്കിത് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, ഈ വെളിച്ചം അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർ സത്യത്തിൽ താങ്കളെയല്ല കളവാക്കുന്നത്. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുകല്ലദീ യഖൂലൂൻ, അവർ പറയുന്ന വിഷയം അവരിതൊക്കെ തെറ്റാണെന്നും ഇത് ശരിയല്ലെന്നും ഇത് ഒരു സാഹിറിന്റെ വാക്കാണെന്നും മനുഷ്യന്റെ വാക്കാണെന്നും ഒക്കെ പറഞ്ഞ് ഈ ഖുർആൻ വെളിച്ചത്തെ തള്ളിക്കളയുന്നത് നിഷേധിക്കുന്നത് ഞാൻ അറിയുന്നു, താങ്കൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാ മനസ്സിലാക്കി. പ്രവാചകരെ താങ്കൾക്ക് വിഷമമുണ്ടെന്ന് നമുക്ക് ബോധ്യമായി, നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഫൈന്നഹും ലാ യുകദ്ദിബൂനക, അവർ താങ്കളെയല്ല കളവാക്കുന്നത്. വലാകിന്ന ളാലിമീന ബിആയാത്തില്ലാ, അവര് നിഷേധിക്കുന്നതും അവര് തള്ളിക്കളയുന്നതും അള്ളാഹുവിന്റെ ആയത്തുകളാണ്, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ഖുർആൻ അന്ന് സൃഷ്ടിച്ച വിപ്ലവങ്ങളിൽ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എങ്ങനെയാ? അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഈ ഖുർആനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അവിടുത്തെ വീരപ്പുലിയായിരുന്നു. ഏതാളും ഭയക്കുന്ന, അദ്ദേഹത്തെ കണ്ടാൽ വഴിമാറി കൊടുക്കുന്ന അത്രമാത്രം ശക്തിയുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജോലി എന്താ? രാവിലെ വാളുമെടുത്ത് മാർക്കറ്റിലേക്ക്, അങ്ങാടിയിലേക്ക് ഇറങ്ങി ഓരോ കടകളിലും കയറി ഇറങ്ങി അവരെ വെട്ടി അല്ലെങ്കിൽ ഉപദ്രവിച്ച് രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞിട്ട് അവരിൽ നിന്ന് പണം വാങ്ങി അങ്ങനെ ജീവിച്ചിരുന്ന എല്ലാവരെയും പേടിപ്പെടുത്തിയിരുന്ന ആളായിരുന്നു ഉമർ. ഈ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് കരഞ്ഞുപോയി. അതായത് മറ്റുള്ളവരെ കരയിച്ച ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് സ്വയം കരയുന്നവനായി മാറി. ഈ കരയാൻ മാത്രം അദ്ദേഹത്തെ സംസ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഈ ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിലൂടെ സംസ്കരിച്ചു. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി വീട്ടിൽ നിന്നിറങ്ങി. അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന്റെ ഈ ഭാവവും അദ്ദേഹത്തിന്റെ മുഖഭാവവും അദ്ദേഹത്തിന്റെ ഈ ശരീരഭാഷയൊക്കെ കണ്ടപ്പോ എന്തോ അദ്ദേഹം വഴിയിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് നുഐം, അദ്ദേഹം മുസ്ലിം ഒന്നുമല്ല, ഈ ഉമറിന്റെ വരവ് കണ്ടപ്പോ എന്തോ മുഖത്തെന്തോ ഒരു വല്ലാത്ത എന്തോ ഒരു അപകടത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ വല്ലാതായി പോയിട്ടുണ്ട്, ശരീരമൊക്കെ വല്ലാതായി, മുഖമൊക്കെ വിവരണമായി. അപ്പൊ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അല്ല ഉമർ, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടി പോവാ. ഈ നമുക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നത് മുഹമ്മദാണ്. നമ്മുടെ ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നത്, തമ്മിൽ തെറ്റിക്കുന്നത്, തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതൊക്കെ മുഹമ്മദാണ്. ഖുർആനുമായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ശപഥം ചെയ്തിരിക്കുന്നു, ഞാനൊരു പ്രതിജ്ഞയെടുത്തു, മുഹമ്മദിന്റെ തല വെട്ടിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി അവസാനിപ്പിക്കണം. ഈ സമയത്ത് നുഐം പറഞ്ഞു, താങ്കള് ഇപ്പോ മുഹമ്മദ് നബിയെ പോയിട്ട് വധിച്ചാൽ അദ്ദേഹത്തിന്റെ ബനൂ ഹാശിമും അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ വെറുതെ ഇരിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? താങ്കളോട് പ്രതികാരം ചോദിക്കും, താങ്കളെയും വകവരുത്തും. അദ്ദേഹം പറഞ്ഞു, അതെനിക്കിപ്പൊ ഞാനത് ആലോചിക്കുന്നില്ല, അതൊക്കെ അപ്പൊ നേരിടാം. ഇപ്പൊ എന്റെ മുന്നിലുള്ള ഒറ്റ കാര്യം മുഹമ്മദിനെ വധിക്കുക എന്നതാണ്. അപ്പൊ ഈ സമയത്ത് അദ്ദേഹം പിന്തിരിയുന്നില്ലെന്ന് കണ്ടപ്പോ നുഐം അദ്ദേഹത്തിന്റെ വിഷയം മാറ്റി. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ താങ്കൾ ആദ്യം പോകേണ്ടത് മുഹമ്മദിന്റെ തലയെടുക്കാനല്ല, താങ്കളുടെ സഹോദരി പെങ്ങൾ ഫാത്തിമയും താങ്കളുടെ അളിയൻ ഫാത്തിമയുടെ ഭർത്താവ് സയ്യിദും ഈ മുഹമ്മദിന്റെ മാർഗത്തിലായിട്ടുണ്ട്, താങ്കൾ അറിഞ്ഞോന്ന് ചോദിച്ചു. രഹസ്യപ്രബോധനായതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖം ഒന്നുകൂടി വിവരണായി. അദ്ദേഹത്തിന്റെ റൂട്ട് തിരിച്ചുവിട്ടു. നേരെ എങ്ങോട്ടേക്കായി യാത്ര? നേരെ അങ്ങോട്ടേക്കായി. അങ്ങനെ അവിടെ ചെന്നപ്പോ ഈ രഹസ്യപ്രബോധനം നടക്കുകയാണല്ലോ, പരസ്യത്തിലേക്ക് വരാത്തത് കൊണ്ട് അവിടെ പോയി വീട്ടിന്റെ വാതിലടച്ച് അതിന്റെ ഉള്ളിൽ നിന്നൊരു ഖുർആൻ പാരായണം കേൾക്കുന്നുണ്ട്. അപ്പൊ വാതിൽ ഉറക്കം മുട്ടിയിട്ട് ഉമർ ഇങ്ങനെ സഹോദരിയെ വിളിച്ചു.
അപ്പൊ അവിടെ ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേർക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോ അദ്ദേഹം ഏതോ ഒരു മൂലയിൽ ഒളിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ സഹോദരി ഫാത്തിമ വന്ന് വാതിൽ തുറന്നപ്പോ എന്താണ് ഞാനിവിടെ കേട്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തെങ്കിലും തോന്നിയതായിരിക്കും സഹോദര, തോന്നിയതായിരിക്കും, ഇവിടെ ഒന്നും കേട്ടിട്ടില്ല, എന്തെങ്കിലും ശബ്ദമായിരിക്കും. അല്ല, ഞാനിവിടെ എന്തോ കേട്ടു. വീണ്ടും നിഷേധിച്ചപ്പോ മുഖത്തടിച്ചു എന്നാണ് ചരിത്രം. അവര് താഴെ വീണു. തടയാൻ വേണ്ടി വന്ന അളിയൻ സഈദിനെയും അടിച്ചു. ഈ സമയത്ത് ഈ ഫാത്തിമ പറയുന്നു, അല്ലയോ സഹോദര, ഞങ്ങൾ ഇവിടെ ഓതിയത് ഖുർആനായിരുന്നു, ഞങ്ങളിവിടെ പാരായണം ചെയ്തത് ഖുർആനാണ്, ഞങ്ങളിതാ ആ ഖുർആനിന്റെ വക്താക്കളായി തീർന്നിട്ടുണ്ട്. താങ്കൾ ഞങ്ങളെ കൊന്നാലും വധിച്ചാലും ശരി, ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. ഇത് ഏറ്റവും വലിയ പ്രകാശമാണ്, ഇത് വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്, സംസ്കരണത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞ ഉമറിന്റെ മനസ്സൊന്ന് തണുത്തു. ഒരു രക്തപ്പിറപ്പും കൂടപ്പിറപ്പും രക്തബന്ധവും ഒക്കെ ഒരു വലിയൊരു സംഗതിയാണല്ലോ, അത് സ്വാധീനിച്ചു. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എങ്കിൽ അതൊന്നും എനിക്കൊന്ന് തരുമോ നിങ്ങൾ ഓതിയത്? അദ്ദേഹത്തെ കുറച്ച് ശാന്തമായിരുത്തി കുറച്ചൊന്ന് സമാധാനിപ്പിച്ച് തണുത്തൊക്കെ ഒന്ന് വന്ന് അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയാണ്. ഈ ഫലകം കൊടുത്തു. അപ്പൊ ആ ഫലകത്തിൽ എന്താണ് ഓതിയത്, എന്തായിരുന്നു അവിടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്? സൂറത്ത് ത്വാഹയുടെ ആദ്യ വചനങ്ങളായിരുന്നു. ഏതാണ് ആയത്ത്? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ ഇല്ലാ തദ്കിറതൽ ലിമൻ യഖ്ശാ. ത്വാഹ, മുഹമ്മദ് നബിയെ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ, ഈ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്, താങ്കൾക്ക് അവതീർണമായത് താങ്കൾ കഷ്ടപ്പെടുന്നതിന് വേണ്ടിയല്ല, താങ്കൾ പ്രയാസപ്പെടുന്നതിന് വേണ്ടിയല്ല. ഇല്ലാ തദ്കിറതൽ ലിമൻ യഖ്ശാ, അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക്, ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനമാണിത്. ഈ വാക്യങ്ങൾ വായിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാത്ത ഒരു മാസ്മരികതയുണ്ടല്ലോ ഈ വാക്യത്തിന്, ഇത് വല്ലാത്ത ഒരു ആകർഷണീയതയുള്ളതാണല്ലോ, അത്ഭുതമാണല്ലോ ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് ഉമർ റളിയല്ലാഹു ബോധ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു. അപ്പത്തന്നെ ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉമർ, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥിച്ചത്? രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പകരണമേ, ഇസ്ലാമിന് പ്രധാനം നൽകണമേ. രണ്ടാലും ഒരു ഉമർ താങ്കളാണ്, രണ്ടാമത്തെ ഉമർ അബൂജാഹിലാണ്. അബൂജാഹിലിന്റെ യഥാർത്ഥ പേര് ഉമർ എന്നായിരുന്നു, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബൂജാഹിൽ. അപ്പോ ഈ അബൂജഹലിനെ കൊണ്ടോ അല്ലെങ്കിൽ ആ ഉമറിനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഉമറിനെ കൊണ്ടോ ഇസ്ലാമിന് പ്രതാപം നൽകണമെന്ന് റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ അടുത്ത അദ്ദേഹത്തിന്റെ ചോദ്യം, എവിടെയാണ് പ്രവാചകനുള്ളത്? ഇതുവരെ മുഹമ്മദിന്റെ തലയെടുക്കാനെന്ന് പറഞ്ഞ ഉമർ ഇപ്പൊ ചോദിക്കുന്നു, മുഹമ്മദ് നബി എവിടെയാണുള്ളത്? അപ്പൊ പറഞ്ഞു, അർക്കം റളിയല്ലാഹു അൻഹു. അതായത് ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കടന്നു വന്നവരിൽ ഒരാളായിരുന്നു അർക്കം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട് സഫാ കുന്നിന്റെ മുകളിലായിരുന്നു. ആ സഫാ കുന്നിന്റെ മുകളിലായതുകൊണ്ട് ആ വീട് ഈ രഹസ്യ പ്രബോധനത്തിന് ഏറ്റവും പറ്റിയ യോജിച്ചൊരിടാണ്. അപ്പോ അർക്കം റളിയല്ലാഹു അൻഹു ആ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമൊക്കെ വേറെ എവിടെയെങ്കിലും താമസിച്ചോളൂ, ഇവിടെ പ്രബോധനം നടത്താം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഏത് രാത്രിയും ഇങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ക്ലാസ് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത്. നമ്മൾ ആലോചിക്കും, അങ്ങനെ ആ വീട്ടിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോ അവിടെയും വീടൊക്കെ അടച്ച് വാതിലടച്ച് ഉള്ളിൽ ഖുർആൻ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് ഉറക്ക വിളിച്ചു. ഉമറാണ് വിളിക്കുന്നത്. ഉള്ളിലുള്ള കുറച്ചാളുകളേ ഉള്ളൂ. അവർക്ക് വല്ലാത്തൊരു ഭീതി, ഈ വന്നത് ഉമറാണ്, എന്താണ് അദ്ദേഹത്തിന്റെ നിഗൂഢ ലക്ഷ്യമെന്നറിയില്ല. ഈ സമയത്ത് ഇതിന്റെ തൊട്ട് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടായിരുന്നു, നബിയുടെ പിതൃവ്യൻ. അദ്ദേഹവും ആ നാട്ടിൽ ഏറ്റവും വലിയൊരു ആളുകളെക്കൊക്കെ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ഹംസ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു, തന്റെ വാൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് പുറത്തു നിൽക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, താങ്കൾ നല്ല ഉദ്ദേശത്തിലാണ് വന്നതെങ്കിൽ ഈ വീട്ടിലേക്ക് താങ്കൾക്ക് കയറാം. അല്ല, എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള ലക്ഷ്യത്തിലാണ് താങ്കൾ വന്നിട്ടുള്ളതെങ്കിൽ ഈ വാള് കൊണ്ട് താങ്കളുടെ കഴുത്ത് ഞാൻ വെട്ടിമാറ്റും എന്ന് ഹംസ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വിനീതനായി ശാന്തനായി തന്റെ വാള് നിലത്ത് വെച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ പിടിച്ച് പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെ കൂടിയ മുഴുവൻ ആളുകളും ഉറക്കെ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ ആലോചിക്കൂ, ഇതാണ് ഖുർആനിന്റെ സ്വാധീനം പ്രിയപ്പെട്ടവരെ. ഇതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ സംസ്കരണ വഴി.
ഇതിനേക്കാൾ വലുതൊന്നും നമുക്ക് കാണാൻ കഴിയും? ഇതിനേക്കാൾ വലിയൊരു ഗ്രന്ഥം ലോകത്ത് നമുക്ക് വായിക്കാൻ കഴിയില്ല. എത്രയെത്ര ആളുകളെയാണ് മാറ്റിയത്, എത്രയെത്ര ആളുകളെയാണ് മാറ്റിയത്. സമർക്കന്ദിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധനായിട്ടുള്ള മോഷ്ടാവ് അദ്ദേഹം ഫുലൈൽ ഇബ്നു ഇയാദ്. അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയായിരുന്നു. ഫുലൈൽ ഇബ്നു ഇയാദിന്റെ ജോലി എന്താ? രാത്രി ആയി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും കയറി ചുമര് കയറി ഇറങ്ങി അവിടെയുള്ളത് മോഷ്ടിക്കുകയായിരുന്നു. ആളുകളെ ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക, ഉപദ്രവിക്കുക. അങ്ങനെ ഒരു വീട്ടിൽ ഒരു രാത്രി കയറിയപ്പോ ആ വീട്ടിൽ ഒരു പെൺകുട്ടി ഭക്ഷണം പാകം ചെയ്യുന്നു. ഒരു പ്രായം ചെന്ന പിതാവ് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഒരു അരണ്ട വെളിച്ചത്തിൽ ചുമര് കയറി ഇങ്ങനെ ഇറങ്ങുമ്പോ ചുമരിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഓത്താണ് കേൾക്കുന്നത്. ഏതായിരുന്നു ആ ഓത്ത്? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ അൻസല മിനൽ ഹഖ്. അല്ലാഹുവിന്റെ ഈ ആയത്തുകൾ, ഈ വചനങ്ങൾ, അതിനെക്കുറിച്ച് അള്ളാഹുൽ നിന്ന് അവതീർണമായ അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് ഭയമുണ്ടാവാനും നിങ്ങളുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്താനും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? ഈ ആയത്ത് ഫുലൈൽ ഇബ്നു ഇയാദിനെ അടിമുടി മാറ്റുകയാണ്. അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഇപ്പൊ ഞാൻ ഈ പാതിരാത്രിയിൽ ഞാൻ ചെയ്യുന്നത്? ഇത്രയും കാലങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം നേരെ വീട്ടിലേക്ക് ഇറങ്ങാതെ പുറത്തേക്ക് ഇറങ്ങി. നേരെ വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായി ആ രാത്രി തന്നെ സമർക്കന്ദിൽ നിന്ന് അദ്ദേഹം മക്കയെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ മക്കയിലെത്തി. അവിടെ വന്ന അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ച് അവിടെ അങ്ങനെ ചെലവഴിച്ച് മക്കയും മദീനയുമായി ചെലവഴിച്ച് പാണ്ഡിത്യം നേടി, ഇൽമ് നേടി. അങ്ങനെ അദ്ദേഹം അവസാനം അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം എഴുതിയത് അദ്ദേഹം സ്വാലിഹും ആലിമും സാഹിദും ആബിദുമായി മാറി. നല്ല സ്വാലിഹായ മനുഷ്യനായി മാറി, ആലിം പണ്ഡിതനായി മാറി, സാഹിദ് ദുനിയാവിനോട് വിരക്തിയുള്ള ആളായി മാറി, ആബിദ് അള്ളാന്റെ മുമ്പിൽ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഇമാമുൽ ഹറമൈൻ എന്നാണ്. രണ്ട് ഹറമുകളുടെയും ഇമാം എന്ന നാമോദയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തപ്പെട്ടു. അദ്ദേഹത്തെ മാറ്റിയത് ഈ ആയത്തായിരുന്നു. നമ്മൾ ആലോചിക്കൂ, പിന്നെ ആധുനിക കാലഘട്ടത്തിൽ എത്രയെത്ര മനുഷ്യന്മാര് മാറി. നമുക്കറിയാം, ഈ കോയമ്പത്തൂർ ജില്ലയിലെ തിരുപ്പൂരിൽ ജനിച്ച അബ്ദുള്ള അടിയാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു, പ്രാസംഗികനായിരുന്നു, അതേപോലെ തന്നെ പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം 1975 2-3 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച ആളായിരുന്നു. അദ്ദേഹം 1987 അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 1999 അദ്ദേഹം മരണമടയുകയും ചെയ്തു. നമ്മൾ ആലോചിക്കൂ, അദ്ദേഹം 87 അദ്ദേഹം ഇത്രയും കഴിവുള്ള രാഷ്ട്രീയ സാഹിത്യ പത്രപ്രവർത്തന രംഗത്തൊക്കെ കഴിവുള്ള അബ്ദുള്ള അടിയാർ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ഒറ്റായത്തായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഫലാ തഖ്ശൗഹും വഖ്ശൗനി, അല്ലാഹ് പറയുന്നു, നിങ്ങൾ അവരെ എന്നെ പേടിക്കേണ്ടത്, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്, എന്നെയാണ് പേടിക്കേണ്ടത്. ഈ ആളുകളെല്ലാം കൂടെ ഇസ്ലാമിനെതിരിൽ ഒരുമിച്ച് കൂടി അവരൊക്കെ തന്നെ ഈ നബിയെയും ആളുകളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായപ്പോ അള്ളാന്റെ ആയത്തിറങ്ങി, നിങ്ങൾ അവരെയല്ല പേടിക്കേണ്ടത്, വഖ്ശൗനി, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത് എന്നൊരൊറ്റ ആയത്ത് അബ്ദുള്ള അടിയാറിനെ ഇസ്ലാമിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവന്നു. മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. മുൻഗാമികൾ ഹല്ലല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിറപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്തായിരുന്നു. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഇന്നേ ദിവസം കുറ്റവാളികളെ നിങ്ങളൊക്കെ മാറി നിൽക്കുമെന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു പറയും. ആ ഖുർആനിന്റെ വാക്യമാണ് അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ മാനസികമായി തളർത്തിയ ആയത്ത് ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, ആ നരകം അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പരിവർത്തിപ്പിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ചിന്തിപ്പിച്ചത്, കരയിപ്പിച്ചത് വാന്തറത്തുക്കും നാരൻ തലല്ല, ആളിക്കത്തുന്ന നരകത്തെ കുറിച്ച് നീ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. നമ്മൾ ആലോചിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചവരും അവിടുത്തെ സഹാബത്തും പിന്നെയുള്ള താബിഈങ്ങളെയും ഒക്കെ മാറ്റിയത്, പരിവർത്തിപ്പിച്ചത് ഈ വിശുദ്ധ ഖുർആനായിരുന്നു. അപ്പൊ നമ്മെയും സംസ്കരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഗ്രന്ഥം യഥാർത്ഥത്തിൽ ഈ ഖുർആനാണ്. യഥാർത്ഥത്തിൽ ഈ ഖുർആനാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ പെൺകുട്ടിയായതിന്റെ പേരിൽ കുഴിച്ചു മൂടിയപ്പോ ആ കുഴിച്ചു മൂടിയ ആളുകൾ അന്ന് ജാഹിലിയത്തിൽ ഈ പണിയൊക്കെ ചെയ്തു. ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയെ ദാരിദ്ര്യം പേടിച്ചിട്ട്, അപമാനം പേടിച്ചിട്ട് ജീവനോടെ കുഴിച്ചുമൂടി. ചരിത്രത്തിൽ കാണാൻ കഴിയും. അവരുടെ നല്ല ചുറചുറുക്കുള്ള പെൺകുട്ടികൾ ഓടിച്ചാടി നടക്കാൻ പ്രായമാകുമ്പോ അവരെ വീട്ടിൽ നിന്ന് പുതുവസ്ത്രം ധരിപ്പിക്കും ആര്? സ്വന്തം ഉമ്മ, ഭാര്യ. അവരുടെ മനസ്സിൽ ഒരു പ്രയാസമില്ല. എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ
ഒരു ഭാഗത്ത് കൊണ്ടുപോയി താഴ്വരയിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടാൻ. എന്നിട്ട് ഈ പിതാവിന്റെ കൂടെ ആ പെൺകുട്ടി, നമ്മൾ ആലോചിക്കും ഒരു ഉപ്പാന്റെ കൂടെ പോകുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ വൈകാരികത, ഒരു ചെറിയ ഒരു മോളുടെ വൈകാരികത. പുതു ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക. കയ്യിൽ ഈ പോകുന്ന ആളുടെ കയ്യിൽ ഒരു കൊട്ടയുണ്ടാവും, ഒരു കൈക്കോട്ടുണ്ടാവും. അങ്ങനെ ആ മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് കുഴിക്കുക. ചരിത്രത്തിൽ കാണാൻ കഴിയും, നമ്മളെയൊക്കെ ഹൃദയം പിടച്ചു പോവും, ഹൃദയം വല്ലാതായി പോകും. അത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, ആ കുഴി ഇങ്ങനെ കുഴിക്കുമ്പോൾ ഈ കുട്ടി അതിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം ആ കുഴിയിലിറങ്ങി ആ മണ്ണിങ്ങനെ പുറത്തേക്ക് കൊട്ടയിൽ നിന്ന് വാരിയിടുമ്പോൾ ഇദ്ദേഹത്തിന്റെ താടിയിലും മറ്റുമൊക്കെ തങ്ങിക്കിടക്കുന്ന മണൽത്തരികൾ ഈ പെൺകുട്ടി, ഈ ചെറിയ കുട്ടി, സ്നേഹനിധിയായ കുട്ടി ഇങ്ങനെ തട്ടി മാറ്റി ഉപ്പയോടുള്ള സ്നേഹം കൊണ്ട്. അവിടെ ആ പൊടി വീഴരുത്. അങ്ങനെ ഇതൊക്കെ മാറ്റി മാറ്റി അവസാനം ഈ കുഞ്ഞിനെ മൂടാൻ ആ കുഴി ആഴിയെന്ന് ആകുന്ന സമയത്ത് ഇദ്ദേഹം കരക്ക് കയറി പെട്ടെന്ന് ഞൊടിയിടയിൽ ഈ പെൺകുട്ടിയെ അതിലേക്ക് തള്ളിയിടുകയും പെട്ടെന്ന് ആ മണ്ണ് മൂടിയിട്ട് അത് പൂർണ്ണമായി മൂടി വീട്ടിലേക്ക് ഒരു പ്രയാസവുമില്ലാതെ തിരിച്ചു വന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് വാരിയോടൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടിയതിന്റെ പേരിൽ ഒരു മാനസിക പ്രയാസവും അവർക്കുണ്ടായില്ല. അത്രയും കുറ്റം ചെയ്ത ഈ ജാഹിലിയൻ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ സംസ്കരിച്ചതാരാ? അതാണ് വിശുദ്ധ ഖുർആൻ. അതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനോളം വരുന്ന മറ്റൊന്നില്ല. എന്നിട്ട് അവരുടെ മുമ്പിൽ ആയത്തിറങ്ങി, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി നാളെ ചോദ്യം ചെയ്യപ്പെടും പരലോകത്ത്, എന്ത് കുറ്റത്തിനാണ് അവൾ കൊല്ലപ്പെട്ടത് എന്ന്. ഈ ആയത്ത് കേട്ടപ്പോ ഒരു സഹാബി വര്യൻ, ഇങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നബിയെ, ഞാൻ ഈ കൃത്യം ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ച് മാറി നിന്ന് വിതുമ്പി കരയുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവർ, ഈ ഖുർആൻ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഗ്രന്ഥമാണ്. അത്ഭുതങ്ങളിൽ മഹാ അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥമാണ് നമ്മെ സംസ്കരിക്കേണ്ടത്. ഈ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രബിന്ദുവായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഗ്രന്ഥം ഇതാണ്. ഈ ഗ്രന്ഥത്തിൽ ഓരോന്നും അത്രമാത്രം സ്വാധീനമുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഖുർആൻ നമ്മെ കുറിച്ച് പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലാണ് ഇത് ഇറക്കിയിരുന്നതെങ്കിൽ, ആ ഖുർആനുള്ളതിനെ കുറിച്ച് പേടിച്ചിട്ടും ഭയപ്പെട്ടിട്ടും ആ പർവ്വതം പൊട്ടിപ്പിളർന്ന് മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ കുറിച്ച് പേടിച്ചിട്ട് ആ ഭയപ്പാട് കൊണ്ട് അത് പൊട്ടി തകർന്ന് ഭസ്മമാകുമായിരുന്നു എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ അത്രമാത്രം ഖുർആനിലുള്ളത് അത്രയും കനപ്പെട്ടതാണ്. നമ്മളൊരു വലിയ സമുദ്രത്തിലേക്ക് ആ ഊളിയിട്ട് ഇറങ്ങിച്ചെന്ന് അതിലുള്ള മുത്തുകളും പവിഴങ്ങളും ഒക്കെ പറക്കിയെടുത്ത് കൊണ്ടുവരുന്നത് പോലെ, പിന്നെയും അതിലേക്ക് പോവാൻ നമുക്ക് തോന്നുന്നത് പോലെ, ഈ ഖുർആനിന്റെ ആഴിയിലേക്ക് ഇറങ്ങി ചെന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് കരകയറാൻ കഴിയില്ല. ഇറങ്ങിയാൽ പിന്നെ കരകയറാൻ കഴിയില്ല. എത്രയും നമുക്ക് അതിൽ നിന്നെല്ലാം ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് ചരിത്രങ്ങൾ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, സമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങൾ, പരാജയങ്ങൾ, വിജയങ്ങൾ എന്നിങ്ങനെ കാലചക്രം കറങ്ങിയിടത്തൊക്കെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഉദ്ധരിക്കപ്പെട്ട ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഈ ഖുർആൻ നമുക്കെല്ലാ നിലക്കും നമ്മുടെ ആദർശത്തെയും നമ്മുടെ പരലോകത്തെയും നമ്മുടെ സ്വർഗ നരകം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ് ഈ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ നമ്മളെയൊക്കെ സംസ്കരിക്കാൻ പോന്ന ഏറ്റവും വലിയ വെളിച്ചവും പ്രകാശവുമാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ഈ ഖുർആനെ നമുക്ക് നെഞ്ചോട് ചേർക്കാൻ കഴിയും. ഈ ഖുർആനിനെ എന്നും നമുക്ക് ഒരു മാർഗദീപമായിട്ട്, ഒരു വഴിവിളക്കായിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയും. നമ്മളൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുന്നവരും അതൊക്കെ കേൾക്കുന്നവരും അതിൻ്റെ പഠിതാക്കളും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരുമാണ്. എന്നാലും അതിനെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി നാളെ പരലോകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസികൾ ഈ പ്രകാശം, ഈ ഖുർആനിന്റെ നൂറുമായിട്ട് പരലോകത്തുകൂടെ ദ്രുതഗമനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതിൽ നിന്നൊരു അല്പം കിട്ടാൻ വേണ്ടി അപേക്ഷിക്കുന്ന ഇതിനെ ഉൾക്കൊള്ളാത്ത നിഫാഖ് കാണിച്ച ആളുകൾ പരലോകത്ത് വെച്ച് പറയുന്ന രംഗത്തെക്കുറിച്ചൊക്കെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ പ്രകാശത്തിന്റെ പരലോകത്ത് വഴി പ്രകാശം ലഭിക്കുന്ന ഭാഗ്യശാലികളിലും മുത്തക്കികളിലും മുവഹിദുകളിലും അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഖുർആനിന്റെ അഹലുകാരായി കൂടുതൽ അതിനെ നെഞ്ചോട് ചേർത്ത് അതിനോട് നീതി പുലർത്തി അള്ളാഹുവിന്റെ കലാമിനോട്
ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.